കെ വി ശ്രീധരനുണ്ട് ബംഗളൂരുവിൽ നമുക്കൊപ്പം. ശ്രീധര, ഇത് എന്തിൻ്റെ പേരിലായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ലേ? അത് ഏത് ഭാഗത്താണ്? എത്രയധികം ആളുകൾക്ക് അങ്ങനെ ഒരു പുതിയ ഒരു കച്ചവട സൗകര്യം കിട്ടി? ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഓർമ്മയില്ലേ, നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ വഴിയോര കച്ചവടക്കാർക്ക് മാറ്റി അവരുടെ പ്രത്യേക ഒരു ഷെഡൊക്കെ കെട്ടി അവരെ മാറ്റിയപ്പോൾ വലിയ പുലിവാല് തൃശ്ശൂരുണ്ടായത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. ഏതായാലും ഈ വഴിയോരത്ത് പ്രത്യേകിച്ച് ഫുട്പാത്തിലുള്ള കച്ചവടങ്ങൾ മാറ്റി അവിടെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പാലികെ ബസാറിൻ്റെ പ്രധാന ഉദ്ദേശം. ഭൂമിക്കടിയിലാണ്, അതായത് മെട്രോ കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉള്ള ഭാഗത്ത് ഭൂമിക്കടിയിലാണ് ഈ മാർക്കറ്റ് വന്നിട്ടുള്ളത്. കൃഷ്ണദേവരായ, മൈസൂർ രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ പേരിലാണ് ഈ പാലികെ ബസാർ കൊണ്ടുവന്നിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാലികെ ബസാറാണിത്. ഇതിൽ 79 കടമുറികൾ ഇതിനടിയിലുണ്ട്. അതിൽ പച്ചക്കറി കടകളുണ്ട്, പലചരക്ക് കടകളുണ്ട്, മറ്റു ഫാൻസി ഐറ്റങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്, കഫേ ഷോപ്പുകൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കടകളും ഇതിനടിയിലുണ്ട്. അതായത് ആളുകളുടെ ക്രോസിങ് അണ്ടർഗ്രൗണ്ടിലൂടെ ആക്കി അതിനുള്ളിലാണ് ഇത്തരത്തിൽ ഈ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വലിയ ട്രാഫിക് ഉള്ള ഗതാഗതക്കുരുക്കുള്ള ഒരു നഗരമാണ് ബംഗളൂരു. അങ്ങനെ ഈ വഴിയോര കച്ചവടത്തിൻ്റെ പേരിൽ ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണുള്ളത്. 5 കോടി രൂപയൊക്കെ ചിലവഴിച്ചാണ് ഈ വിജയനഗര എന്ന് പറയുന്ന ഭാഗത്ത്, ബംഗളൂരു നഗരത്തിലെ വിജയനഗരയിൽ ഈ പാലികെ ബസാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഏറ്റവും പ്രധാനം ഡൽഹിയിലൊക്കെ ഉണ്ട്. ഡൽഹിയിൽ പാലികെ ബസാറുണ്ട്. ആ മാതൃക കടമെടുത്തുകൊണ്ടാണ് ബംഗളൂരുവിലും ഈ പാലികെ ബസാർ നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് ഹിറ്റായി കഴിഞ്ഞാൽ, ക്ലിക്കായി കഴിഞ്ഞാൽ മറ്റിടങ്ങളിലേക്ക് കൂടി ഈ സംരംഭം വ്യാപിപ്പിക്കാനുള്ള ശ്രമം കൂടി ബംഗളൂരു നഗരസഭ, BBMP അല്ലെങ്കിൽ സർക്കാരൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഇത് കൃത്യമായിട്ട് നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക കൂടിയാണ്. നേരത്തെ ഞാൻ തൃശ്ശൂരെ കേസ് പറഞ്ഞു, എറണാകുളത്താവട്ടെ പല സ്ഥലത്തും നമ്മൾ ഈ അടിപ്പാതകൾ നിർമ്മിക്കുന്നു ആളുകൾക്ക് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടി. അവിടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ചെറു സംരംഭങ്ങൾ കൂടി തുടങ്ങിയാൽ, മതിയായിട്ടുള്ള സെക്യൂരിറ്റി തുടങ്ങിയാൽ, ശുചിത്വമുള്ള അന്തരീക്ഷമൊക്കെ ഒരുക്കിയാൽ ആളുകൾക്ക് അവിടേക്ക് പുനരധിവാസം അല്ലെങ്കിൽ ആളുകളെ വ്യാപാരികളെ അവിടേക്ക് മാറ്റി കച്ചവടം ചെയ്യുന്നതിനൊക്കെ പ്രേരിപ്പിക്കാനാകും. ഏതായാലും അങ്ങനെയുള്ളൊരു തുടക്കം ഈ വാർത്തകൾ കണ്ടുകൊണ്ട് ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. ശരി, എന്തായാലും ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കട്ടെ. അവിടുത്തെ കച്ചവടക്കാർക്ക് കൂടുതൽ കച്ചവടം കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവട്ടെ. നന്നായി പോട്ടെ. ശരി ശ്രീധരൻ.